ദ ഐ വേൾഡ്. ഇറ്റ്സ് മീ റമി സൈമസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്കുമായിട്ടാണ് ടെറീജിയം. എന്താണ് ടെറീജിയം? പേര് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു രോഗമാണെന്ന് കരുതുന്നുണ്ടാവും അല്ലേ? അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമൊന്നുമല്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടെറീജിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് നിന്ന് കണ്ണിൻ്റെ കോർണിയയിലേക്ക് പടർന്നു വരുന്ന ഒരു മാംസളമായിട്ടുള്ള ടിഷ്യൂ. ഇതിനെ കണ്ണിൻ്റെ ദശ വളർച്ചാന്നോ കണ്ണിൻ്റെ ദശാന്നോ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും കണ്ണിലേക്ക് എന്താ, കണ്ണിൽ ദശ വളരുന്നുണ്ടോ? യെസ്, കണ്ണിലേക്ക് ദശ വളരുന്ന, അതായത് കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് നിന്ന് കൺജക്റ്റൈവയിൽ നിന്ന് കോർണിയയിലേക്ക് പടരുന്ന മാംസളമായിട്ടുള്ള ടിഷ്യൂ ആണ് ടെറീജിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നോർമലായിട്ട് കാണപ്പെടുന്നത് ത്രികോണാകൃതിയിലാണ്. അതായത് ചുവന്ന പിങ്ക് കളറിൽ ഒരു ത്രികോണാകൃതിയിൽ മൂക്കിൻ്റെ സൈഡിൽ നിന്നാണ് സാധാരണയായിട്ട് ഇതിൻ്റെ വളർച്ച കാണുന്നത്. അതായത് നേസൽ ടെറീജിയം എന്ന് പറയും. ടെമ്പറൽ സൈഡിലും ഇത് വളരുന്നുണ്ട്. രണ്ട് കണ്ണിലും വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് കണ്ണിലും വളരുന്നതിനാണ് ബൈലാറ്ററൽ ടെറീജിയം എന്ന് പറയുന്നത്. ബൈലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണിലും വരുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന രീതിയാണ് ബൈലാറ്ററൽ ടെറീജിയം എന്ന് പറയപ്പെടുന്നത്. ഇതെങ്ങനെയാണ് കാണുന്നത്? കണ്ണിന് വളരെ അസ്വസ്ഥത അനുഭവപ്പെടാം. ചൊറിച്ചൽ, FB സെൻസേഷൻ, കണ്ണിനകത്ത് എന്തോ പൊള്ളുന്നത് പോലെ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതെങ്ങനെയാണ് വരുന്നത്? UV ലൈറ്റ്, അതായത് ദീർഘനേരം അൾട്രാ വയലറ്റ് രശ്മികളുമായിട്ടുള്ള സമ്പർക്കം. ഈ പുറത്തൊക്കെ പണിയെടുക്കുന്നവർക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ കെട്ടിട പണികൾ അല്ലെങ്കിൽ റോഡ് പണികളിൽ അങ്ങനെയൊക്കെ ഒരുപാട് നേരം സൂര്യപ്രകാശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം? തുടക്ക സമയങ്ങളിൽ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് ഉപയോഗിക്കാം. അതായത് ഈ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇച്ചിങ്, FB സെൻസേഷൻ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെറിയ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ സമാധാനം ഉണ്ടാവും. ഇതെപ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടത്? അതായത് ഈ വെള്ള ഭാഗത്തു നിന്നും കറുത്ത ഭാഗത്തേക്ക് പടർന്നു വന്ന ഈ ടെറീഷ്യം കുറച്ച് കാലം കഴിയുമ്പം, ഒരുപാട് വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഴ്ചയെ ഇത് ബാധിക്കും. അതായത് നമുക്ക് ദൂരെയുള്ള വസ്തുക്കൾ, അടുത്തുള്ള വസ്തുക്കളൊക്കെ ഇത് കണ്ണിലേക്ക് പടർന്നു കഴിയുമ്പം കാണാൻ പറ്റില്ല. കാരണം ഇതൊരു ലെയറായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുകയാണ്. ഇത് ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വളർന്ന് 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 ഫുള്ളായിട്ട് കോർണിയനെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഈ സമയത്താണ് നമ്മളതിനെ ടെറീജിയം എക്സിഷൻ ചെയ്യുക. എന്തിനാണ് എക്സിഷൻ ചെയ്യുന്നത്? അതായത് ഈ വളർന്നു വന്നിരിക്കുന്ന ദശയെ നമ്മൾ സർജിക്കൽ പ്രൊസീജിയറിലൂടെ അതിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പണായി, നിങ്ങൾക്ക് ഓപ്പണായി കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും കാണാൻ പറ്റും അല്ലേ? എന്നാൽ ഇത് എക്സിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ? ദർ ഈസ് എ ചാൻസ്. എക്സിഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് അതിനുള്ള സൊല്യൂഷൻ? ഓട്ടോഗ്രാഫ്റ്റ്, അതായത് ടെറീജിയം എക്സിഷൻ വിത്ത് ഓട്ടോഗ്രാഫ്റ്റ്. എന്താണ് ഈ ഓട്ടോഗ്രാഫ്റ്റ്? ഇപ്പം നമ്മുടെ നോർമലി ഇപ്പോൾ സപ്പോസ് ഒരു നേസൽ ടെറീഷ്യം നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി ആ സൈഡ് പിന്നെ ക്ലിയർ ആയി. പിന്നീട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ടിഷ്യൂ റിമൂവ് ചെയ്ത് നമ്മൾ എക്സിഷൻ ചെയ്ത ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓട്ടോഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വീണ്ടും ടെറീജിയം വരാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ടാണ് ടെറീഷ്യം എക്സിഷൻ വിത്ത് ഓട്ടോഗ്രാഫ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? അതായത് വരാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്? വളരെ സിമ്പിൾ. UV ലൈറ്റ് പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കുക. എക്സ്പെഷ്യലി ഈ കെട്ടിടം വർക്കേഴ്സ് അല്ലെങ്കിൽ റോഡ് പണിക്കൊക്കെ പോകുന്ന സമയത്ത് ക്യാപ്പ് ധരിക്കുക. ക്യാപ്പ് ധരിക്കുമ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് വരില്ല. ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഒന്നെങ്കിൽ UV ലൈറ്റ് പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസസ് വയ്ക്കുക, അത് അല്ലെങ്കിൽ ക്യാപ്പ് ധരിക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ടെറീജിയം വരാതെ, അതായത് സൂര്യപ്രകാശം കണ്ണിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. ബെസ്റ്റ് ഓപ്ഷൻ ടെറീജിയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറീജിയം എക്സിഷൻ വിത്ത് ഓട്ടോഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. ഓട്ടോഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്.
അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ റമി സൈമസ്.